എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ ഹോം മെയ്ഡായിട്ട് മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പം വലിയ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ മന്തി വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം, കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ. അപ്പം ഞാൻ നല്ല ഒരു പീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മൊത്തം കഴിക്കില്ല, കുറച്ചേ കഴിക്കത്തുള്ളൂ. കാണുമ്പോൾ ഒരു ഗുമ്മൊക്കെ വേണ്ടേ. പിന്നെ ഞാൻ ഹോം മെയ്ഡായിട്ട് മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം മയോണൈസും ഉണ്ട്, അതും കൂട്ടിയാണ് കഴിക്കുന്നത്. പിന്നെ മന്തി ചമ്മന്തി ഉണ്ട്. ഇത് മുട്ട പുഴുങ്ങിയിട്ട് വെക്കുന്ന മയോണൈസ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല. രാവിലെ കാലത്തേക്ക് ഞാൻ മയോണൈസ് ഒന്നും കൊടുത്തു വിട്ടില്ല, കാരണം ഫ്രഷായിട്ട് ഉണ്ടാക്കി അന്നേരം കഴിക്കാനേ നമ്മൾ മയോണൈസ് ഉണ്ടാക്കി കൊടുക്കാവൂ. ഇത് മന്തി ചമ്മന്തിയാണ്. ഞാൻ തക്കാളിയും പുതിനയിലൊക്കെ ഇട്ട് മല്ലിയിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കഴിക്കാൻ കൂട്ടുകാരെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് കഴിക്കാൻ പോവാണ്. അപ്പം PTA മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. ഉച്ചയ്ക്ക് കഴിച്ചില്ല, കഴിക്കാൻ സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ PTA മീറ്റിങ്ങിന് പോയി. കുറച്ച് മയോണൈസ് എടുത്ത്, നല്ല ഹോം മെയ്ഡ് മയോണൈസാണ്. സൺഫ്ലവർ ഓയിലൊന്നും അധികമില്ല, 1 ടീസ്പൂണേ ഉള്ളൂ. ബാക്കി വെള്ളമാണ്. പിള്ളേർക്ക് കൊതിക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ചോറിന് നല്ല മയമുണ്ട്. ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ട്. മന്തി ചമ്മന്തിയും കൂടെ എടുക്കാം, കഴിക്കാം. ചിക്കനൊന്നും ഇല്ലാതെ വെജ് വേണ്ടവർക്ക് ഇതിനെക്കാട്ടും നല്ലതാണ് ഈ റൈസ് കഴിക്കാം. അപ്പം ചിക്കനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ റൈസ് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കുഴപ്പമില്ല. വീട്ടിൽ വല്ലപ്പോഴും ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഇട്ടേക്കാം, ഇനി ഉണ്ടാക്കുന്ന സമയത്ത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്ന കൂട്ടുകാരെ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ, ബൈ.